ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നസീർ നിർബന്ധിച്ച് നൂർജഹാനെ അവൻ്റെ വണ്ടിയിൽ കയറ്റുമ്പോൾ അനൂപ് അങ്ങോട്ട് വന്ന് പെട്ടെന്ന് അവൻ്റെ വണ്ടി അവന് കുറുകെ വെക്കുവാണ്. വണ്ടി എടുത്ത് മാറ്റടാ എന്നും പറഞ്ഞ് നസീർ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ മാറ്റാം, പക്ഷേ ആ വണ്ടിയിൽ നിന്ന് ഒരാളെ എനിക്ക് ഇറക്കാനുണ്ട്, എന്നിട്ട് ഞാൻ മാറ്റിക്കോളാം. നൂർജഹാൻ നസീറിനോട് പറയുന്നു, ഇക്ക ഞാൻ ഈ ഫ്രണ്ടിനെയാണ് ഇത്രയും നേരം കാത്തുനിന്നത്, ഞങ്ങൾ ഒരുമിച്ച് റിസൾട്ട് നോക്കാൻ പോവുക, നൂർജഹാനെ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ നൂർജഹാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നസീർ അത് കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടെ, എടാ നിനക്കെന്നെ അറിയില്ല, ഈ നൂർജഹാനെ നിക്കാഹ് കഴിക്കാൻ പോകുന്നവനാ ഞാൻ. എടി ഇവനുമായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ടൊക്കെ മാമൻ അറിഞ്ഞായിരുന്നോ? അത് ഇക്ക ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഇതിനകത്തൊക്കെ നസീറൊക്കെ ഇടപെടേണ്ട കാര്യമില്ല. അനൂപ് പറയുക, അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? ഞങ്ങൾ ഒന്നിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാ, ഞങ്ങൾ ഒരുമിച്ച് കോളേജ് വരെ പോകുന്നതിന് നീ എന്തിനാ ഇങ്ങനെ തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നത്? എടാ ഇത് സ്ഥലം പെസക, ഈ ഞാനും, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊയ്ക്കോണം. ഞാൻ പോയില്ലെങ്കിലോ? അനൂപ് അങ്ങനെ പറയുമ്പോഴേക്ക് നസീർ എടുത്തിട്ട് അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി അനൂപിനെ. അനൂപ് നസീറിൻ്റെ നെഞ്ചത്തൊരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവനും അവൻ്റെ ഫ്രണ്ട്സും ചേർന്ന് അനൂപിനെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. ഇന്ന് നിൻ്റെ മയ്യത്താടാ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞ് അനൂപിനെ ഇങ്ങനെ ചവിട്ടി എറിയുമ്പോൾ നമ്മുടെ ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുവാണ്. കാറിൻ്റെ മുന്നിലോട്ടാണ് അനൂപ് പോയി വീഴുന്നത്. ശാലിനി കാറിൽ നിന്നിറങ്ങി നോക്കുമ്പോൾ അത് അനൂപാണ്, അതായത് ശാലിനിയുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുടെ മകൻ. ചെറുപ്പത്തിൽ അനൂപിനോട് വളരെ ദേഷ്യമായിരുന്നു ശാലിനിക്ക്. എന്നാൽ ഇപ്പോൾ അനിയനെ കണ്ടപ്പോൾ ശാലിനിക്ക് വല്ലാത്ത സ്നേഹം തോന്നുവാണ്. ശാലിനി നസീറിനോട് പറയുന്നത്, ഞാൻ ജില്ലാ കളക്ടർ വിഷ്ണു ശാലിനി, ഇതെൻ്റെ അനിയനാണ്, ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സംസാരിച്ച് തീർക്കാം, അതല്ല ഇനി തല്ലിത്തന്നെ തീർക്കാൻ ഉദ്ദേശമെങ്കിലേ ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. ജില്ല ഭരിക്കുന്ന കളക്ടർക്ക് എവിടം വരെ പോകാനാകുമോ അതുവരെയും എൻ്റെ അനിയന് വേണ്ടി ഞാൻ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നസീർ ശാലിനിയോട് പറയുക, മേഡം ഞാൻ ഇപ്പോൾ പോവുക, പക്ഷേ ഇത് തുടരാനാണ് ഭാവമെങ്കിൽ എന്താ വേണ്ടതെന്ന് ഞാനും കാണിച്ചു തരാം. എടി നൂർജഹാനെ, നീ വീട്ടോട്ടല്ലേ വരാൻ പോകുന്നത്, നമുക്ക് അവിടെ വെച്ച് കാണാം, നിന്നെ ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നസീർ അങ്ങോട്ട് പോവുകയാണ്. അനൂപ് ചേച്ചീനെ ശാലിനെ വിളിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സന്തോഷം. എത്ര നാളായി മോനെ നിന്നെ കണ്ടിട്ട്, നിനക്ക് വല്ലതും പറ്റിയോ? എടാ ഇതാരാ? ഇത് ഫ്രണ്ടാ ചേച്ചി, നൂർജഹാൻ. ചേച്ചി ഞങ്ങൾ നൂർജഹാൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പോയതാ, വെറുതെ ഞങ്ങളെ തടഞ്ഞു നിർത്തി പ്രശ്നം ഉണ്ടാക്കിയത് അവന്മാരാ. ആ പയ്യൻ ആരാന്ന് ശാലിനി നൂർജഹാനോട് ചോദിക്കുമ്പോൾ നൂർജഹാൻ പറയുന്നു, അതെൻ്റെ ബാപ്പിച്ചിയുടെ പെങ്ങടെ മോനാ, തനി കാട്ടാളനാ, യാതൊരു മനുഷ്യപ്പറ്റുമില്ലാത്ത ഒരു സാധനം അത്. പിന്നെ ചേച്ചിയെ എനിക്ക് നല്ലതുപോലെ അറിയാം, ചേച്ചിയുടെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. വിഷ്ണുവേട്ടൻ ഞങ്ങളുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ സുബേർക്കാടെ മോളാണോ? അതെ, അനൂപ് ചേച്ചിയുടെ അനിയനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്നാലേ ആ കഥയൊക്കെ ഇനി അവൻ പറഞ്ഞോളൂ. എന്നാൽ പിന്നെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് മോനെ നീ വീട്ടിലോട്ട് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ അനൂപിൻ്റെ ബൈക്കിൽ നൂർജഹാനും കയറി അവരങ്ങനെ പോവുകയാണ്. അത് കണ്ടപ്പോൾ ശാലിനിക്കൊരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശാലിനി പറയുക, ഈ പോക്കത്ര നല്ലതിനല്ലല്ലോ, ഇതെല്ലാവർക്കും കുഴപ്പമേ ഉണ്ടാക്കത്തുള്ളല്ലോ. സുബേർക്കാരടുത്ത് നസീരി എന്നുള്ള കൊള്ളരുതായ്മകളൊക്കെ പറഞ്ഞെന്നാ തോന്നുന്നു. സുബേർക്ക പറയുന്നു, എടാ നീ അകത്തോട്ട് കയറ്, കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം, ചില കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തീരുമാനം കിട്ടിയിട്ട് ഇനി ഞാൻ അകത്തോട്ട് കയറുന്നുള്ളൂ. ഞാനും നൂറും തമ്മിലുള്ള നിക്കാഹിന് എന്താ ഇത്ര തടസ്സം? കൊച്ചുനാൾ മുതലേ എൻ്റെ ഉമ്മയോടെ മാമ സംസാരിച്ചുറപ്പിച്ചിട്ടുള്ളതല്ലേ. എടാ അതിന് അവൾ പഠിക്കുമല്ലയോ, പഠിത്തം കഴിയട്ടെ. അവളുടെ പഠിത്തത്തെക്കുറിച്ചൊന്നും എന്നോട് പറയരുത്, അവളുടെ പഠിത്തമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, മാമ അവളെ ശരിക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ മാമ എന്നോട് പറ, വരച്ച വരയിൽ ഞാൻ അവളെ നിർത്തും. നീ ഇതിന് മാത്രം കിടന്ന് ശോഭിക്കാൻ അതിനൊക്കെ ഇവിടെ എന്താ ഉണ്ടായത്? അതെ, എല്ലാം ആ വാടകക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും മോശമായത്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ അവളുടെ ഒരു ഇറങ്ങി നടപ്പ് എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് കേട്ടോണ്ട് വരുവാണ്. സുബേർക്ക, ഈ പറയുന്നതിലൊന്നും ഒരു സത്യവും ഇല്ല. എൻ്റെ ഇക്ക നൂർജഹാൻ നല്ല കുട്ടിയാ, എൻ്റെ അച്ഛനും അമ്മയും അവളെ ഒരു മകളെ പോലെയാണ് കാണുന്നത്. ഇക്ക അവളെൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് എനിക്ക്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരകൽച്ചയും ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് നല്ല കുടുംബങ്ങളുടെ ബന്ധം. അതെ, ഇങ്ങനെയൊന്നും പറഞ്ഞ് തകർക്കരുതെന്നൊന്നും പറഞ്ഞു കൊടുക്കുക. നസീർ പറയാ, ഡാ നീയേ മാമയെ സോപ്പിട്ട് നിർത്തുന്ന പോലെ എന്നെ സോപ്പിടാൻ വരില്ലേ? ഞാനിവേ ഇതും ഇതിനപ്പുറവും കഴിഞ്ഞ് വന്നവനാ. എൻ്റെ മാമയ്ക്കേ നിന്നെ നേരായിട്ടുള്ള വഴിക്ക് അവിടെ നിന്ന് ഇറക്കി വിടാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെങ്കിലേ നിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറക്കി വിടാനേ പല വഴികളുണ്ട്.
അതുകൂടി നീ ഓർത്ത് വെച്ചോ എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ നേരെ അവൻ പറയുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം അടക്കാൻ വയ്യ അവൻ്റെ നേരെ കഴിഞ്ഞുകൊണ്ടുവാണ്. പക്ഷേ സുബേർക്കയോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം വിഷ്ണുവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലേ നീ നിന്റെ വഴികളൊക്കെ നോക്കിക്കോ, പക്ഷേ സുബേർക്ക പറയാതെ നിനക്ക് ഞങ്ങളെ ഒരിക്കലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാനും സുബേർക്കയും ചേർന്നാണ് വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്, അല്ലാതെ നീയുമായിട്ടല്ല. അത് കേട്ടിട്ട് നസീർ പറയാ, എങ്കിൽ നീ ചെവിയിൽ നുള്ളിക്കോടാ, നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇല്ലെങ്കിലേ ഞാൻ നിന്നെ ഇറക്കും. അങ്ങനെ വിഷ്ണുവിൻ്റെ നേരെ പോർവിളിയൊക്കെ മുഴക്കിയിട്ട് നസീർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സുബേർ വിഷ്ണുവിനോട് പറയുക, എൻ്റെ പെങ്ങളുടെ മോനെ കണ്ടില്ലേ, നല്ല മര്യാദയുള്ള മോൻ. ഇക്ക ഞാനിപ്പോൾ വന്നതേ വണ്ടിയുടെ ലോൺ പാസ്സായെന്ന് പറയാൻ വേണ്ടിയിട്ടാ. ആ ഇത്ര എളുപ്പം പാസ്സായോ? അതിനെ ഇക്കയെ കണ്ടൊരു നന്ദി പറയാനാ വന്ന്. പക്ഷെ അതിപ്പോൾ ഇങ്ങനെയായിപ്പോയി. അതൊന്നും ഓർത്ത് വിഷ്ണു ബേജാറാകണ്ട. ആ പോയവനുണ്ടല്ലോ, അത് ഞങ്ങളുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്ന ഇനമല്ല. പിന്നെ അവനത്രയും പറഞ്ഞ സ്ഥിതിക്ക് വിഷ്ണു ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പകയുള്ള ഇനമാ. സത്യാമ്മയുടെ അടുക്കളയിൽ ഇങ്ങനെ പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ പൊന്നിയെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. സത്യാമ്മ പറയുക, പിള്ളയൊട്ട് കാണുന്നതുമില്ല, കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടല്ലോ. പെട്ടെന്ന് പൊന്നി ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. വേണ്ട സത്യാമ്മേ, ഇതെല്ലാം വാങ്ങിക്കാനുള്ളതാ. സത്യാമ്മേ, നാളെ ട്യൂഷൻ സെൻ്ററിലേക്കുള്ള ഓർഡറിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതാണേ. അതിൻ്റെ ലിസ്റ്റൊക്കെ ശാന്തേച്ചി ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാഘവേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എന്താ ഫാമേ ഇവിടെയൊക്കെ നോക്കുന്നത്? അതേ സാധനങ്ങളെ ലിസ്റ്റ് എഴുതിയ പേപ്പർ നോക്കുക. ആ ലിസ്റ്റൊക്കെ ഒരു ടിന്നിനകത്ത് ഇട്ട് വെച്ചാൽ പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയാൽ പോരേ ഫാമേ? അപ്പോഴേക്കും പിള്ള അവിടെ എത്തി. പൊന്നി, നമുക്ക് സാധനം മേടിക്കാൻ പോകാൻ റെഡിയാണല്ലോ? അതെ, ഞാൻ എപ്പോഴേ റെഡിയാ. പിള്ള നേരത്തെ വരുന്നതാണല്ലോ, എന്നെ എന്താ ഇത്ര താമസിച്ചത്? അയ്യോ എൻ്റെ സത്യാമ്മയെ ഒരു വള്ളിക്കേസ് വന്നു പെട്ട്, അത് വല്ലച്ചാതിലൊന്ന് ഒഴിവാക്കിയിട്ട് വരുന്ന വഴിയാ. എന്നാൽ പിന്നെ പൊന്നി ഇനി താമസിക്കേണ്ട, വാ നമുക്ക് പോകാം. സത്യാമ്മ പറയുക, ചീട്ട് മാത്രം മതിയോ? വാങ്ങിക്കാനുള്ള പൈസ വേണ്ടേ? അയ്യോ അത് ശരിയാ. രാഘവേട്ട, ആ പൈസ ഇങ്ങെടുത്ത് കൊടുത്തേരെ. ഒന്നും അറിയാത്ത പോലെ രാഘവേട്ടൻ ഇങ്ങനെ നോക്കുവാണ്. രാഘവേട്ട, ഞാൻ ഇന്നലെ തന്ന പൈസ ഇല്ലേ, അതിങ്ങോട്ട് എടുത്തു കൊടുക്കാൻ. ഏത് പൈസയുടെ കാര്യമാണ് ഫാമേ നീ പറയുന്നത്? അയ്യോടാ, ഇന്നലെ 100 കൊണ്ടുവന്ന 25,000 രൂപ ഇല്ലേ, അത് ഞാൻ രാഘവേട്ടൻ്റെ കയ്യിലോട്ടല്ലയോ ഇന്നലെ തന്നത്. അയ്യോ ഫാമേ, നീ എൻ്റെ കൈ തന്നെന്നോ? പിന്നല്ലാതെ. പൊന്നി, നീയും കണ്ടതല്ലേ ഇന്നലെ രാഘവേട്ടൻ്റെ കൈ ഞാൻ കൊടുക്കുന്നത്. ശരിയാ സാറേ, സത്യാമ്മ ആ പൈസ സാറിൻ്റെ കയ്യിലോട്ടാണ് തന്നത്. ഓ, അപ്പം ഞാൻ ആ പൈസ ഇതെവിടെ വെച്ച്? ചിലപ്പോൾ അലമാരയുടെ തട്ടിൽ വെച്ച് കാണും. ആ, അലമാരയുടെ തട്ടില, ഞാൻ ഇപ്പം തന്നെ എടുത്ത് തരാവേ എന്നും പറഞ്ഞ് രാഘവേട്ടൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ്. രാഘവേട്ടൻ അലമാരി മുഴുക്ക പരിശോധിക്കുവാണ്. അവിടെങ്ങും പൈസ കാണുന്നില്ല. സത്യാമ്മ ചോദിക്കുന്നത്, എവിടാ രാഘവേട്ട? അയ്യോ ഇവിടെ കാണുന്നില്ലല്ലോ. അല്ല ഫാമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഫാമ എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നോ പൈസ തന്നത്? പിന്നല്ലാതെ രാഘവേട്ടൻ എന്തോ ഈ പറയുന്നേ? അത് ഫാമേ, ഞാൻ അലമാരിക്കകത്താണോ കിടക്കയുടെ അടിയിലാണോ വെച്ചതെന്ന് ശരിക്കും അങ്ങോട്ട് ഓർക്കുന്നില്ല എന്നും പറഞ്ഞാൽ കിടക്കയൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുവാണ് രാഘവേട്ടൻ. ദൈവമേ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞാനിനി കാശിനെന്ത് ചെയ്യും? പൊന്നി പറയുക, സത്യാമ്മേ കാശ് ഈ വീട്ടിൽ തന്നെ ആണെങ്കിൽ എങ്ങും പോയി കാണില്ല, നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും ആ പൈസ അവിടെ തേടുവാണ്. സത്യാമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. ഈ ഓർമ്മയും ബോധമില്ലാത്ത ആളെ ഞാൻ പൈസ തന്നപ്പോൾ എന്തിനാ അത് വാങ്ങിച്ചു വെച്ചത്? ഇനിയിപ്പം നാളത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ എവിടുന്ന് കാശുണ്ടാക്കും? നിങ്ങൾക്കിങ്ങനെ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. അയ്യോ ഫാമേ, ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്. അതെവിടാ വെച്ചതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പാവൻ രാഘവേട്ടൻ സങ്കടപ്പെടുവാണ്. ഞാനിപ്പോൾ എന്തു ചെയ്യും? മരിക്കാൻ പറ്റുമോ? അതെ, നിങ്ങളെപ്പോലുള്ളവരെ ജീവിക്കുന്നതിനേക്കാളും നല്ല പോയി മരിക്കുന്നതാ. സത്യാമ്മയുടെ ആ വാക്ക് കേട്ട് രാഘവേട്ടൻ അങ്ങ് ഞെട്ടിത്തെറിച്ച് അവിടെ ഇരിക്കുവാണ്. കുടുംബത്തിനൊരു കൈസഹായം പോലും ഇല്ലാതെ ജീവിക്കുകയും ചെയ്യും, ഇതുപോലെയുള്ള ഏടാകൂടങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കുകയും ചെയ്യും. ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ട, എന്നെ ദ്രോഹിക്കാതെങ്കിലും ഇരുന്നുകൂടെ? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കാശ് കിട്ടണം. എവിടെ കൊണ്ടുപോയാൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയെടുത്തോണം. രാഘവേട്ടൻ കരഞ്ഞോണ്ട് ഫാമേ ഫാമേന്ന് വിളിക്കുന്നുണ്ട്. സത്യഭാമ പറയാ, ഞാനിതെൻ്റെ മനസ്സിൽ തട്ടിയാ പറയുന്നത്. എനിക്ക് കാശ് വേണം. ശ്യാമ ശാരദാമ്മയെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. ശാരദാമ്മ എന്താ മോളെ എന്ന് ചോദിച്ചിട്ട് ശ്യാമ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ശ്യാമയെ എന്താന്ന് പറയാനാ നിന്നോട് പറഞ്ഞത്? എന്തു പറയാനമ്മേ, ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. പിന്നെ കരുതി അമ്മയോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? അത് കേട്ട് അമ്മ കുറച്ച് സങ്കടപ്പെടുവാന്നല്ലാതെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മോളെ, ഇപ്പം എന്താ ഉണ്ടായത്? നീ അത് പറ. രോഹിത് ഇവിടെ ഒന്നിനും സമ്മതിക്കുന്നില്ല, എല്ലാത്തിനും നിയന്ത്രണമാണ്. പപ്പിമോളെയാണെങ്കിൽ ഡാൻസ് കളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, കളിക്കണ്ടെന്നാ പറയുന്നത്.
അയ്യോ അതെങ്ങനെയാ? സ്കൂളിൽ ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അവർ മാത്രം എങ്ങനെയാ കളിക്കാതിരിക്കുന്നത്? ഇവിടെ സത്യമോളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എൻ്റെ അമ്മേ, അതൊന്നും രോഹിത്തിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. രോഹിത്തിൻ്റെ മനസ്സ് മുഴുക്കെ ഇപ്പം പക മാത്രമാ. എന്നോടും എൻ്റെ മോളോടും കാണിക്കുന്ന ഈ ദേഷ്യമൊക്കെ ആ പകയിൽ നിന്നുണ്ടായതാ. എന്നോട് കാണിക്കുന്നതോ പോട്ടെ, പാവം ആ ഇത്തിരി പോലും ഇല്ലാത്ത ആ കുഞ്ഞിനോട് കാണിക്കുന്നതാ കഷ്ടം. ചില ആൾക്കാർ അങ്ങനെയാ മോളെ, ഉള്ളിൽ ഇഷ്ടക്കേട് തോന്നിയാൽ പിന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാനും പറ്റില്ല. എന്തൊക്കെയാ അവർ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നടക്കണമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മോള് സൂക്ഷിക്കണേ. എന്തിനാ അമ്മേ, എന്തിനാ സൂക്ഷിക്കേണ്ടത്? ഇപ്പോഴേ ജീവിക്കാനുള്ള മോഹമൊക്കെ തീർന്നു. ഒരായുസ് മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടത് മുഴുക്കെ ഞാൻ അനുഭവിച്ച് തീർന്നമ്മേ. എനിക്കെൻ്റെ പപ്പിമോളുടെ കാര്യത്തിലേ ഭയമുള്ളു. എല്ലാം കൊണ്ട് ഞാൻ മടുത്തമ്മേ. എല്ലാം ഇട്ടിറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനാണ് ഇപ്പോൾ മനസ്സ് തോന്നുന്നത്. എൻ്റെ മോളെ, എല്ലാം ശരിയാകും. നിൻ്റെ ഈ കണ്ണുനീര് കാണാതിരിക്കാൻ ഈശ്വരന്മാർക്ക് കഴിയില്ല. അവരതിനൊരു പരിഹാരം കാണും മോളെ. എൻ്റെ മോളൊരു കാര്യം ചെയ്യും, നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് എൻ്റെ മോളൊരു വഴിപാട് അങ്ങോട്ട് നേര്. പറ്റുമെങ്കിലേ രോഹിത്തിനെയും കൂട്ടി ചെല്ലാമെന്ന് പറയൂ. ചിലപ്പോൾ സമയദോഷം കൊണ്ടും ആകാമല്ലോ മോളെ ഇതൊക്കെ. 1-2 ക്ഷേത്രത്തിലെല്ലാം പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞെന്നിരിക്കും. എൻ്റെ മോടെ മനസ്സിന് തന്നെ ഒരു നല്ല സമാധാനം കിട്ടും. ഞാനും ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയിലമ്മേ. ഞാൻ എന്തായാലും കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും രോഗത്തിനെ കൂടി ഒന്ന് വിളിച്ചു നോക്കാം. വന്നാൽ കൊണ്ടുപോകാം, ഇല്ല ഞാനും പപ്പിമോളോട് അങ്ങ് പോകാം. ശ്യാമ അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട ഗേറ്റ് തള്ളി തുറന്ന് നമ്മുടെ രാഘവേട്ടൻ അങ്ങോട്ട് വരുവാണ്. അയ്യോ അച്ഛൻ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നു, അച്ഛനോ? അമ്മേ, ഇവിടെ വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ശാരദാമ്മ ചിന്തിക്കുക, അയ്യോ രാഘവേട്ടൻ എന്താ ഇപ്പം അവിടെ? ഫാമേന്ന് വിളിച്ചുകൊണ്ടാണ് രാഘവേട്ടൻ വരുന്നത്. ഈ ചപ്പും ചവറുമൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലയോ? ഇതിങ്ങനെ കൂടിക്കിടന്നാലേ ഏതെങ്കിലും ഇഴജന്തുക്കളൊക്കെ കയറി ഇരിക്കത്തില്ലയോ എന്നും പറഞ്ഞാൽ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ആ കരിയിലകളൊക്കെ ഇങ്ങനെ കൂട്ടുന്നുണ്ട്. എത്ര പറഞ്ഞാലും ഫാമയ്ക്കിതൊന്നും പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്യാമയങ്ങ് അന്തം വിട്ട് നിൽക്കുവാണ്. അവൾ പെട്ടെന്ന് രാഘവേട്ടൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുക. അച്ഛൻ എന്തുവായി കാണിക്കുന്നത്? അല്ല ശ്യാമേ, ഇവിടെ എത്ര പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ചവറുകളൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലയോ? ഇനി എല്ലാത്തിനും എൻ്റെ കൈ തന്നെ വേണോ? എടി ശ്യാമേ, നിൻ്റെ അമ്മ എന്തിയേ? ഫാമേന്ന് വിളിക്കുവാണ്. ശ്യാമ ചോദിക്കുക, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഭരിക്കാനല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾക്ക് കണ്ടുപിടിക്കാനാകത്തില്ലല്ലോ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ശ്യാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഈ അച്ഛനിത് എന്ത് പറ്റി? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എന്നിട്ട് അകത്തോട്ട് നോക്കി ഫാമേ ശ്യാമയോട് ചോദിക്കുന്നത്, എടി എന്തിയേ അവള്? ഫാമ എന്തിയേ? അത് കേട്ടിട്ട് ശ്യാമ അച്ഛനോട് എന്തു പറയും, എങ്ങനെ പറയും, എന്താണ് അച്ഛന് പറ്റിയത് എന്നൊക്കെ ഓർത്ത് ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാഘവേട്ടൻ്റെ ഓർമ്മക്കുറവിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. വീട് ലേലത്തിൽ പോയതുമൊന്നും രാഘവേട്ടൻ മറന്നു നിൽക്കുവാണ്. ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.